പാലക്കാടാണ്. എനിക്കൊരു 2006 മുതൽ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഏകദേശം ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. എനിക്ക് ആ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഫുഡ് എടുത്ത് കഴിക്കാനോ ഒന്നിനും എനിക്ക് സാധിക്കില്ലായിരുന്നു. എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമാണ് ഈ അസുഖം എനിക്ക് വന്നത്. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും എനിക്കെടുത്തിട്ട് പാല് കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു. അങ്ങനെ അസുഖം നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പേരൊക്കെ നമ്മൾ കേൾക്കുന്നത്, മൈസ്തീനിയ ഗ്രാവിസ് എന്നൊരു അസുഖമാണ്, 10 ലക്ഷം പേര് എടുത്താൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ് എന്നൊക്കെ. അതിനെ തുടർന്ന് എനിക്ക് തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്തിട്ടുള്ളൊരു വലിയ സർജറി നടന്നു. സർജറിക്ക് ശേഷം 2 വർഷത്തിനുള്ളിൽ മെഡിസിനിലൂടെ തന്നെ എനിക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മെഡിസിനിലൂടെ എനിക്ക് ആക്റ്റീവായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ സർജറിക്ക് മുമ്പുള്ള അവസ്ഥയിനേക്കാളും വീക്കാവുകയും പിന്നീട് എന്നെ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് വിട്ട് അവിടെ 3.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് അവിടെ നിന്ന് തന്നിരുന്ന സ്റ്റിറോയിഡ് ആഡ് ചെയ്തായിരുന്നു മെഡിസിൻ്റെ കൂട്ടത്തിൽ. സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഒരു ഡബിൾ ആയി മാറി. ബോഡി വെയ്റ്റും എൻ്റെ ഫിഗറൊക്കെ ആകെ തന്നെ ചേഞ്ചായി. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിൽ ഇന്ന് 14.5 വർഷത്തിന് ശേഷമാണ് ഞാൻ വെസ്റ്റീജുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. വെസ്റ്റീജിൽ ഞാൻ വരുന്നത് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്താൽ ചേഞ്ച് വരും എന്നുള്ളൊരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊക്കെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്തിരുന്നത് നോനി, സ്പൈറുലിന, സീബത്തോൺ, ഗ്യാനോഡർമ, കുർക്കുമിൻ, ഫ്ലാക്സീഡ് ഓയില്. പിന്നെ അത് ഇടയ്ക്ക് ചേഞ്ച് ചെയ്തിട്ട് ഫ്ലാക്സീഡ് ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ ക്രീം ഓയിലിലേക്ക് ചെയ്തു. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളായിട്ടുള്ള CNT, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സപ്ലിമെൻറ്റ്സുകളും ഇടവിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പ്രൊഡക്റ്റുകളാണ്. അത് ഏകദേശം ഒരു 4.5 മാസം യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഡ്രാസ്റ്റിക്കായിട്ട് ആ സപ്ലിമെന്റിന്റെ പേര് മാത്രം ഒന്ന് എടുത്തു പറയാം. നോനി, ഗ്യാനോഡർമ, കുർക്കുമിൻ, സ്പൈറുലിന, സീബത്തോൺ, ഫ്ലാക്സ് ഓയിൽ. അന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റിൽ കൂടുതൽ എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴേക്കും നാവ് കുഴയും. നമുക്ക് ഒരു ചെയറിലിരുന്നിട്ട് വേറൊരു ചെയറിലേക്ക് എനിക്ക് മാറിയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ പിടിക്കണം. നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 സൈഡും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബ്രീത്തിങ് പ്രോബ്ലം കൂടുതലായിരുന്നു. പെട്ടെന്ന് കിതപ്പ് വരും. പിന്നെ നമുക്ക് എന്താ പറയുക, ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷനൊന്നും വരാൻ പാടില്ല. അപ്പോൾ കോൾഡ്, പനി ഉള്ളവരായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോഴും നമുക്കത് മിങ്കിൾ ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് ഏകദേശം 20 ദിവസത്തോളം ICUലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നിന്ന് എനിക്കിപ്പോൾ ഈ സപ്ലിമെൻ്റ് കഴിച്ചൊരു 4 മാസത്തിന് ശേഷം ഞാൻ കഴിച്ചിരുന്ന മെഡിസിനിൽ വന്നൊരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ 2 മണിക്കൂർ ഗ്യാപ്പിൽ കഴിച്ചിരുന്നൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഗ്രാവിറ്റോ 60 mg. ആ മെഡിസിൻ അതാണ്. അത് 2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഷിവറിങ് വരും, നാവിനൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ കുഴച്ചിൽ വരും, പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ വിളറത് പോലെയാവും, ഐലിഡ് സ്ലോപ്പ് ഇങ്ങനെ ഡൗൺ ആവും, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സപ്ലിമെൻറ്റ് ഞാൻ എൻ്റെ മെഡിസിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 2 മണിക്കൂർ ഗ്യാപ്പിലെടുക്കുന്ന ആ മെഡിസിൻ ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ വരെ വൈകിയാൽ പോലും എനിക്ക് ആ പഴയ സിംറ്റംസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടോ? ഇംഗ്ലീഷ് മെഡിസിൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു ടാബ്ലറ്റ് മാത്രം, ബാക്കി 9 എണ്ണവും നിർത്തി. 9 സൈസ് നോർമൽ ലൈഫിലേക്ക് വന്നു. എന്തോ ഇപ്പം നോർമൽ ലൈഫിലേക്ക് വന്നു. ഓക്കെ, താങ്ക് യു വെസ്റ്റ്.